എ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് ഏഞ്ചൽ സന്ദേശം എന്താണെന്ന് നോക്കാം. ഓക്കെ, ചൂസ് എ ന്യൂ ഡിറക്ഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ചൂസ് എ ന്യൂ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പുതിയ വഴിയിലൂടെ പോവുക, അല്ലെങ്കിൽ പുതിയ ഒരു ഡിറക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ചിന്താഗതിയായിരിക്കാം ചില സമയത്ത്. ഇവിടെ ഡിറക്ഷൻ എന്ന് പറയുന്ന അതാണ്, ചിന്താഗതിയാകാം. കുറച്ചങ്ങനെ നിൽക്കട്ടെ, എൻ്റെ അടുത്ത് കുറേ കാണിച്ചതല്ലേ എന്നൊക്കെ വരുന്ന ആ നെഗറ്റീവ് ഈ ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി അതിൽ നിന്ന് വേറെ പുതിയ രീതിയിൽ, അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ എടുക്കുക. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പാകാം, നിങ്ങളുടെ ഏത് കാര്യങ്ങളുമാകാം, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. റീകൺസിഡർ ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്ത് വിഷയമായിക്കോട്ടെ അതിനെ നമ്മൾ റീകൺസിഡർ ചെയ്ത് അതിനെ തിരികെ കൊണ്ടുവരിക. അതിനെ നമുക്ക് അങ്ങനെ അവഗണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈഫിൽ പല ദോഷങ്ങളും സംഭവിക്കും എന്നാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ നയിക്കുന്നത്. നമ്മൾ അത് കറക്റ്റല്ല എങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ധർമ്മമാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് മലമറിഞ്ഞു വന്നാലും ശരി, ധൈര്യമുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചില നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ ആകാം, അതിൽ നിന്ന് മാറി ചിന്തിക്കൂ, വീണ്ടും അത് റീകൺസിഡർ ചെയ്യൂ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്കതിന് വേണ്ട എന്നൊക്കെയുള്ള ഒരു തീരുമാനം വരും. ഇവിടെ ഏത് കാര്യമാണെങ്കിലും അതിനെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ ചെയ്തെടുക്കൂ. അപ്പോൾ ഇവിടെ എന്താ കാര്യങ്ങൾ വരുന്നത്? കരിയർ, ഫിനാൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, അതെന്തുമാവട്ടെ, എന്താണെങ്കിലും നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കൂ, നല്ല രീതിയിൽ കൊണ്ടുപോകൂ. ഇന്ന് നമുക്ക് ഏഞ്ചൽ സന്ദേശം അതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.